ഈ രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പ് അല്ലാതെ സംയുക്തമായി നടത്തേണ്ടതാണ്. പോലീസ് ഒരു നിർണായപ്പെട്ട ഘടകമാണ്. മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനം ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുക്ക് കാപ്പി കൊടുക്കുന്ന കോണർ, അവരെ ഈ ഉറക്കത്തിൽ വാഹനാപകടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ നടത്തിയിരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രി ഓവർ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് മാക്സിമം കിട്ടുക ഫൈനാണ്. അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന വാഹനങ്ങളെ CCTV വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ അപ്പ് മോട്ടോർ വാഹന വകുപ്പിന് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ചെക്ക് വേറെ ചില ഈ ട്രാഫിക് ഇതുമായി ബന്ധപ്പെട്ട ചില NGOകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട്. ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയില്ല എന്നുള്ളത്. അപ്പോൾ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ നേതൃത്വം കൊടുക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല. അപ്പോൾ അവർ റെക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുക. അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈകാണിച്ച് നിർത്തി പരിശോധിക്കുന്നതിനപ്പുറം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ്. ഒരു രാജ്യത്തും ഈ വണ്ടി കൈകാണിച്ച് നിർത്തി RC ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല. നമ്മളെ നാട്ടിൽ മാത്രമേ അതുള്ളൂ. അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെയാണ് ഉള്ളത്. അത് അതിൻ്റെ കൂടെ ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണ് ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ പ്രായോഗികമാകണമെങ്കിൽ വാഹനങ്ങൾ വേണം. മറ്റു സ്ഥലങ്ങളിലെ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുക മാർഗമുണ്ട്. പുതിയ വാഹനങ്ങളില്ല. അപ്പോൾ ആ വാഹനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടി തന്നേ പറ്റൂ. വണ്ടി ഇല്ലാതെ പറ്റില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനം നമ്മൾ ശബരിമലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സേഫ് കേരളയുമായി ബന്ധപ്പെട്ട് മിഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം. അവിടെയും അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെയും കൊടുക്കാൻ പറ്റിയുള്ളൂ. വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടിയില്ലാത്ത കാര്യം. റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് വണ്ടി വാങ്ങാൻ പണം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല. വളരെ അത്യാവശ്യം വണ്ടിയാണ്. കാരണം ആളുകളുടെ പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോൾ ഈ AMEമാരെ ഇപ്പം നിയോഗിച്ചിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ AMEമാരെ എടുത്തുകൊണ്ട് 83 AMEമാർ ഒരു 10 മാസത്തിനുള്ളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രംഗത്ത് വരും. അവരെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കേസുണ്ടായിരുന്നു. PSC ആ ലിസ്റ്റ് തന്നു. അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇപ്പോൾ സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ എണ്ണത്തിലുള്ള പ്രശ്നമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിക്കാം. പക്ഷേ വാഹനത്തിൻ്റെ അസൗകര്യമാണ് ഏറ്റവും വലിയ അസൗകര്യം. പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല. ഒരു വാഹനമെങ്കിലും ഒരു മിനിമം ഒരു ഓഫീസിൽ വരണ്ടേ. അതില്ലാത്തൊരവസ്ഥയാണ്. അല്ല ഇപ്പം എന്തിനാന്നാ ചോദിക്കുന്നത്? അത്ര തന്നെ. എന്താണ് മറുപടി എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അവർക്കും അറിയത്തില്ല. എന്തിനാണ് ഈ വണ്ടി? അപ്പോൾ ആ വണ്ടി വരുന്ന സമയത്ത് എപ്പോൾ ഉപയോഗിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. രസകരമായ ചോദ്യങ്ങളാണ്. പഴയ വണ്ടി എന്ത് ചെയ്യും? 15 വർഷം കഴിഞ്ഞ വണ്ടികൾ കുറേ ഒതുക്കിയിരിക്കുകയാണ് നമ്മൾ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറേ അധികം വണ്ടികൾ, അതൊന്നും വലിയ ഡാമേജ് ഉള്ളതോ അങ്ങനെ കണ്ടീഷൻ അല്ലാത്തോ പൊല്യൂഷൻ പ്രശ്നമുള്ളതൊന്നും അല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടികളാണ്. പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ മാറ്റി വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പോലീസിൻ്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണത്. അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോൾ പകരം കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് പുതിയ വണ്ടി വാങ്ങണം എന്നാണ്. ഇതാണ് അവരെ പറയുന്നത്. അവർക്ക് കത്തെഴുതുമ്പോൾ അവരെഴുതുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വണ്ടി വിറ്റ് പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി GST കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കുറച്ച് വരുമാനം കിട്ടുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ വണ്ടി പൊളിക്കാനുള്ള സമയമായില്ലല്ലോ. കാരണം അതിനൊക്കെ ഡാമേജ് ഒന്നും വണ്ടിക്കില്ല. ഇപ്പോൾ KSRTC തന്നെ എടുത്തു നോക്കിയാൽ പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ പുതിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ ലാഭം പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വണ്ടി പണിയാൻ ഒരുപാട് പൈസ വേണം. അതിൻ്റെ ടെക്നോളജിയൊക്കെ മാറി. ഒരുപാട് സ്പെയർ പാർട്സിനൊക്കെ വലിയ വിലയാണ്. പക്ഷേ സത്യത്തിൽ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് ചിലവ് കുറവാണ് പണിയാനായിട്ട്. ഇത് പലർക്കും അത് പഴയ വണ്ടി പണിയുന്നതാണ്. ഇപ്പം KSRTC സംബന്ധിച്ച് പഴയ വണ്ടി പണിയുന്നതാണ് ലാഭം.